ലെബി സജീന്ദ്രൻ, ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിന് ശേഷം സിദ്ദിഖ് എവിടെയാണ് എന്നതിന്റെ കൃത്യമായ ഒരു സൂചന പോലും ലഭിക്കുന്നില്ലല്ലോ. വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങളടക്കം മാറി നിൽക്കുകയാണോ ലേബി? ഇന്ന് രാവിലെ മുതൽ നമ്മൾ എല്ലാവരും സിദ്ദിഖിനെയും അതുപോലെ തന്നെ ഭാര്യ, മകൻ എല്ലാവരെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാളെയും ഫോണിൽ കിട്ടുന്നില്ല. ഇവർ സാധാരണ ഉപയോഗിക്കുന്ന ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്. അതിനുശേഷമാണ് സിദ്ദിഖ് താമസിക്കാറുള്ള സിദ്ദിഖിന്റെ പടമുകളിലെ വീട്ടിൽ നമ്മൾ രാവിലെ എത്തുന്നു. അവിടെ സിദ്ദിഖില്ല. സിദ്ദിഖിന്റെ മകനും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വൈകിട്ട് അഡ്വക്കേറ്റ് രാമൻ പിള്ളയെ വന്ന് മകൻ സന്ദർശിച്ച് കൂടിയാലോചന നടത്തിയത്. എന്നാൽ അവിടെ നിന്നല്ല വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. രാവിലെ മുതൽ നമ്മുടെ റിപ്പോർട്ടറും സംഘവും ഒക്കെ അവിടെയുണ്ട്. എന്നാൽ അവിടെ നിന്ന് മകൻ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ മറ്റേതോ ഒരു കേന്ദ്രത്തിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് നമ്മൾ ആലുവയിൽ നിന്ന് 10-12 കിലോമീറ്റർ മാറിയുള്ള കുട്ടമശ്ശേരി എന്നുള്ള സ്ഥലമാണ്. ഇവിടെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി സിദ്ദിഖ് കൂടുതൽ ചെലവഴിക്കുന്നത്. ഇവിടെ ഈ ഗേറ്റ് രാവിലെ മുതൽ പൂട്ടിയ നിലയിലാണ്. എന്നാൽ ഇതിനകത്ത് ആളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് സിദ്ദിഖോ സിദ്ദിഖിന്റെ മറ്റ് ബന്ധുക്കളോ ആണോ എന്ന് നമുക്കറിയില്ല. ഇവിടെ രാവിലെ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഏകദേശ സൂചന ലഭിച്ചത് സിദ്ദിഖ് ഇവിടെ ഇല്ല എന്നുള്ളത്. എന്നാൽ രാവിലെ മുതൽ നമ്മൾ മാധ്യമപ്രവർത്തകർ ഈ ഭാഗത്തുണ്ട്. ഇവിടേക്ക് വന്ന് SITയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അന്വേഷണ സംഘം ഇവിടെ ഒന്ന് പരിശോധന നടത്തുന്നതായി നമ്മളാരും കണ്ടിട്ടില്ല. ഇവിടെ സിദ്ദിഖിന്റെ വാഹനം അകത്തുണ്ട്. സിദ്ദിഖ് ഉപയോഗിക്കാറുള്ള KL 4X 6255 എന്നുള്ളൊരു കാർ അകത്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ നിരവധി വളർത്ത പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉള്ളൊരു വീടാണ് ഇത്. ഇതിന്റെ അകത്ത് വിവിധ ഇനം പക്ഷികൾ അതെല്ലാം അവിടെ ആ ഭാഗത്തായി വീടിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ട്. ഇവിടെ തന്നെ ഒരു പ്രത്യേക സൈസിലുള്ളൊരു ആട് ഈ കോമ്പൗണ്ടിൽ നമ്മൾ കാണുമ്പോൾ തന്നെയുണ്ട്. അതിന് ഇവിടെ മുയലുകളുണ്ട്, മറ്റു പക്ഷികളെല്ലാം ഉണ്ട്. എല്ലാം കൃത്യമായി പരിപാലിക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ. അപ്പോൾ അതിനർത്ഥം ഇവിടെ ആരെങ്കിലുമൊക്കെ ഇത് കെയർ ടേക്കർ ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും വീടിനകത്തുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ഇങ്ങോട്ട് വന്ന് ഒരു പരിശോധന നടത്തിയതിൻ്റെ കൃത്യമായ ഒരു സ്ഥിരീകരണം SIT സംഘം നടത്തിയിട്ടുമില്ല. എങ്കിലും നമ്മൾ ആലോചിക്കുമ്പോൾ സിദ്ദിഖ് ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. സിദ്ദിഖ് ഏതെങ്കിലും സുരക്ഷിതമായ കേന്ദ്രത്തിലാവാം. സിദ്ദിഖിന് വളരെ വ്യാപിച്ചു കിടക്കുന്ന സൗഹൃദ വലയം ഉള്ള ആളാണ് സിദ്ദിഖ് സിനിമയിൽ. അതുകൊണ്ട് ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിലുണ്ടാകാം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലുണ്ടാകാം എന്നൊക്കെ കരുതുന്നു അന്വേഷണ സംഘം. മറ്റൊരു സാധ്യത ഇന്ന് പുലർച്ചെ തന്നെ സിദ്ദിഖ് നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി ഡൽഹിക്ക് തിരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. അതിന് കാരണം ഇന്ന് ഒരുപക്ഷെ ജാമ്യം നിഷേധിച്ചേക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാമൻ പിള്ളയ്ക്കും ഒക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിക്കുന്നതിനായി അദ്ദേഹം പുലർച്ചെ ഉള്ള വിമാനത്തിൽ ഏതെങ്കിലും ഡൽഹിക്ക് തിരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ കുട്ടമശ്ശേരിയിലുള്ള വീട്ടിൽ ഏതായാലും സിദ്ദിഖ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എങ്കിലും ഇത്രത്തോളം ജാമ്യ ഹർജി ജാമ്യം നിഷേധിച്ചതിന് ശേഷം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. ഇത്രയും വിവാദമാകുന്ന ഒരു സാഹചര്യം വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ സിദ്ദിഖിന്റെ സ്വന്തം വീട്ടിൽ തുടരാൻ അദ്ദേഹം മടിക്കും എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. അതുകൊണ്ട് തന്നെ സിദ്ദിഖിന്റെ ഏതെങ്കിലും ഒരു സുരക്ഷിത കേന്ദ്രത്തിലാകണം അദ്ദേഹം ഉള്ളത്. ഏതായാലും രാവിലെ മുതൽ ജാമ്യം നിഷേധിച്ചത് മുതൽ സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള അന്വേഷണം തുടരുകയാണ്. ഇതുവരെ കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളതിൽ. സുജയ. ഓക്കെ, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലേബി ഇപ്പോൾ നിൽക്കുന്ന കുട്ടമശ്ശേരിയിലെ വീട്ടിൽ കാര്യങ്ങളെല്ലാം പഴയപടി തന്നെയാണ്. അതായത് അവിടെയുള്ള വളർത്തുമൃഗങ്ങൾക്കടക്കം കൃത്യമായി ഭക്ഷണം എത്തിക്കുന്നു. അങ്ങനെയുള്ള പരിപാലനമെല്ലാം അവിടെ നടക്കുന്നുണ്ട്. സിദ്ദിഖിന്റെ വീടുകളിൽ പോലീസ് എത്തി പരിശോധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതുവഴി കടന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. വീട്ടിൽ പരിശോധന നടത്താത്തത് എന്തുകൊണ്ടാണ് SIT എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അറസ്റ്റ് തടയാനുള്ള സമയം അത് സിദ്ദിഖിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണോ ഇപ്പോൾ എടുക്കുന്നത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു.